ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ട് പടവലങ്ങയാണ് കഷ്ണം പച്ചക്കറി മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞ് കഴുകി എടുത്തു കൊണ്ടുവരാം. ഇത് അങ്ങനെ കൂട്ടാനൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഉപ്പേരിയോ അല്ലെങ്കിൽ തോരനൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴുകി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കഴുകി വാരി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് ഉള്ളി മൂപ്പിക്കാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞു വെച്ചേക്കണതാണ്. നാളികേരം ചിരകിയിടുന്നില്ല കേട്ടോ, ഉപ്പേരിയായിട്ട് വയ്ക്കണല്ലോ. നാളികേരം ചിരകിയിട്ടാൽ പിന്നെ തോരൻ നല്ല പറയുക. നാളികേരം ഇല്ല. അപ്പോൾ പാനടപ്പത്ത് ഗ്യാസുമ്മ വയ്ക്കാം കേട്ടോ. നമുക്ക് പാനടപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർക്ക് പടവലങ്ങ ഇങ്ങനെ ഉപ്പേരി തോരനൊന്നും വയ്ക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അത് കൂട്ടാനിലിട്ടാൽ വലിയ സ്വാദ് ഉണ്ടാവില്ല. എങ്ങനെ തോരനോ അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിയിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് ചുമന്ന് വരുമ്പോൾ ഒന്ന് കരിയാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഇടണം കേട്ടോ. എന്നുവെച്ചാൽ വലിഞ്ഞ് വരുമ്പോൾ ഉപ്പേരി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കഴുകി അരിഞ്ഞ് വെച്ചാണ് കഷ്ണം അതിലിട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അത് കാരണം അത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് തന്നെ കിടന്ന് വലിഞ്ഞ് വന്നോളും വെളിച്ചെണ്ണയിൽ കിടന്ന്. എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. അത് വലിഞ്ഞ് വരുമ്പോൾ ഉപ്പേരി കുറച്ചേ ഉണ്ടാവുള്ളൂ. ചീരയുടെ വലിയ പടവലങ്ങയൊക്കെ അരിഞ്ഞ് വെക്കുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും. അത് കഴിഞ്ഞ് ഉപ്പേരിയായിട്ട് വരുമ്പോൾ വലിഞ്ഞ് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. പ്ലേറ്റ് കൊണ്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞത് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. അതിലിരുന്ന് ഒന്നും കൂടി ഇതായിക്കോളും. അപ്പോൾ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളിങ്ങനെ പടവലങ്ങ ഉപ്പേരിയോ തോരനോ എന്താണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.